ഭാരതത്തിൻ്റെ ഗ്രാമീണ കായിക വിനോദമായ കബഡിയെ പ്രവാസികൾ ഏറ്റെടുക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം UAE സാക്ഷ്യം വഹിച്ചത്. അജ്മാനിൽ നടന്ന കബഡി മത്സരം കാണാനായി 2000-ലേറെ പേരാണ് ഒഴുകിയെത്തിയത്. പ്രവാസി കൂട്ടായ്മയായ കൂട്ട സംഘടിപ്പിച്ച ടൂർണമെൻറ്റ് വീറും ആവേശവും നിറഞ്ഞതായിരുന്നു. ഭയങ്കരമായ ആവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. കബഡിയുടെ ആശാന്മാരാണ് ഭാരതീയർ. പുരാതന കാലത്ത് ഭാരതത്തിൽ പിറവിയെടുത്ത കബഡി പിന്നീട് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും ചേക്കേറിയത് ചരിത്രം. പല രാജ്യങ്ങളിലും രൂപത്തിലും ഭാവത്തിലും നിയമങ്ങളിലുമെല്ലാം വ്യത്യാസങ്ങളോടെ കബഡി അരങ്ങേറുന്നുണ്ട്. ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും ഗോൾഫുമെല്ലാം അരങ്ങ് തകർക്കുമ്പോഴും UAE അധികം കൈവെക്കാത്ത കായിക ഇനമാണ് കബഡി. എന്നാൽ അജ്മാൻ വിന്നേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് മൈതാനത്ത് നടന്ന കബഡി ടൂർണമെൻറ്റിനെ പ്രവാസികൾ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. കൂട്ടം കബഡി നൈറ്റ് 2024 ഞങ്ങളുടെ 3ാമത്തെ സീസണാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ നിന്നും മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ടീമുകളാണ് നമ്മുടെ വന്നിരിക്കുന്നത്. 16 അംഗ ടീമുകൾ അടങ്ങുന്ന ഒരു വലിയ ടൂർണമെൻറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുറത്ത് തന്നെ ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഒരു 2000-ഓളം ആൾക്കാരാണ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞത്. ഈ സമയം 2 മണിയാണ്. ഈ സമയത്തും കൂടി തിങ്ങി നിറഞ്ഞ ഒരു സ്റ്റേഡിയമാണ് കാണുന്നത്. ഞങ്ങൾ ഒരുപാടധികം സന്തോഷത്തിലാണ്. കാരണം കൂട്ടം ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഈ ടൂർണമെൻറ്റ് നാളെ രാവിലെ 7 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കാസർഗോഡ് കുണ്ടൻകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി പ്രവാസി കൂട്ടായ്മയായ കൂട്ടമാണ് കബഡി ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. UAEയിലെ പ്രമുഖ 16 ടീമുകൾ കളത്തിലിറങ്ങി. ഓരോ ടീമിനും ഇന്ത്യയിൽ നിന്നുള്ള 2 അതിഥി കളിക്കാരെ പങ്കെടുപ്പിക്കാമെന്നതിനാൽ പ്രോ കബഡി മറ്റ് പ്രമുഖ ലീഗുകളിൽ മത്സരിച്ച താരങ്ങൾ വരെ കളത്തിലിറങ്ങി. ടോട്ടൽ 16 ടീമാണ് പങ്കെടുക്കുന്നുള്ളത്. കേരളത്തിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പ്രഗത്ഭരായ ടീമുകളാണ് പങ്കെടുക്കുന്നത്. പിന്നെ നാഷണൽ ലെവലിൽ കളിക്കുന്ന കബഡി താരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം നാട്ടിൽ നിന്ന് 12 ഗസ്റ്റ് താരങ്ങളാണ് വന്നിട്ടുള്ളത്. രാത്രി 10 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ വരെ നടന്ന മത്സരം കാണാൻ സ്ത്രീകളടക്കം കബഡി പ്രേമികളായ ആയിരങ്ങളാണ് എത്തിയത്. കരുത്തും വേഗവും കൊണ്ട് എതിരാളികളെ വീഴ്ത്തി കളം കാലിയാക്കുന്ന കബഡി മത്സരം ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി. കബഡി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഈ രാത്രി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് ഫാമിലി ആയിട്ട്. ഇത്രയും വൈകിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഇഷ്ടപ്രകാരം കൊണ്ടാണല്ലോ. നല്ലൊരു ആവേശമാണ്. കമന്ററി കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു എനർജി. ഉറക്കമൊന്നും വരുന്നില്ല, ഉറക്കമൊക്കെ ഇല്ലേ ഇപ്പോൾ. ഇത്രയും ലേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതാണ്. കൂട്ടം സംഘടിപ്പിച്ച 3ാമത് കബഡി ടൂർണമെൻ്റായിരുന്നു ഇത്തവണത്തേത്. രാത്രിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ജോലിത്തിരക്കുകൾ മാറ്റിവെച്ച് എല്ലാവർക്കും കളി കാണാൻ എത്താനായി.
പങ്കെടുത്ത ടീമുകളിലും കളി കാണാൻ എത്തിയവരിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. കുണ്ടംകുഴി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കായിക താരങ്ങൾ അതിലുണ്ട്. അപ്പോൾ അവർക്ക് നാട്ടിലെ പോലെ തന്നെ പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കബഡി, അതുപോലെ ബാഡ്മിൻ്റൺ, ഫുട്ബോൾ എല്ലാം കൂട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് സീസൺ 3 ആണ് നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം ഉണ്ടായിരുന്നു, വൻ വിജയമായിരുന്നു. ഇത് 3ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ജോലി കഴിഞ്ഞ് 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ വരെ ഈ ഫുൾ ക്രൗഡ് ഇവിടെ തന്നെ ഇരിക്കും. ഈ കളി തീരുന്നവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കുറേ കർണാടകയിലെ ടീമുകളുണ്ട്, തമിഴ്നാട്ടിലെ ടീമുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരുണ്ട്. കൂടുതലും നമ്മുടെ മലബാർ മേഖലയിൽ കേരളത്തിൽ നിന്നുള്ളവർ, പിന്നെ മംഗലാപുരം നിന്നുള്ള ആൾക്കാരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന് കുറേ ഹിന്ദി മേഖലയിൽ നിന്നുള്ള ആൾക്കാരും കൂടി കളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഗ്രാമീണ കായിക വിനോദമായ കബഡിയെ പ്രവാസികളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് കൂട്ടം കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ആകാംക്ഷയോടെ ജനങ്ങൾ എന്താണ് കായികം എന്ന് എടുത്തു കാണിക്കാനും കബഡി പ്രേമികൾക്ക് കബഡിയോളം ആവേശം വരുന്ന ഒരു ഗെയിം ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് ഒരുപാട് കായിക മത്സരങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലും ജനങ്ങൾ കയ്യിലേറ്റി വെച്ചത് നമ്മൾ കബഡി തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂട്ടത്തിന് ഉത്തമ ഒരു വിശ്വാസം അത് കബഡി പരിപൂർണ വിജയത്തോടെ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. കബഡിയെ സ്നേഹിക്കുന്ന കായിക പ്രേമികൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചാണ് മത്സരങ്ങൾക്ക് തിരശ്ശീല വീണത്. നമസ്തേ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം. നന്ദി.